പറഞ്ഞതിലേക്ക് അത് ക്ഷേമ പ്രവർത്തനങ്ങൾ സർക്കാർ നടത്തിയെന്ന് പറയുമ്പോഴും ഈ പെൻഷൻ കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്റ്റണ്ടായി, ഇലക്ഷൻ സ്റ്റണ്ടായി ആണോ ആളുകൾ കണ്ടത്? സ്റ്റണ്ടായിട്ടല്ല, ഇതെല്ലാം വാങ്ങിച്ച് നല്ല ഭംഗിയായി കാപ്പാട് കഴിച്ചിട്ടുണ്ട് ആളുകൾ. എന്നിട്ട് ഏതോ തക്കതായ നൈമിഷികമായ വികാരത്തിന് എതിരെ വോട്ട് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നല്ലാതെ നന്ദികേടെല്ലാം നല്ല അനുകൂലമാണോ? ക്ഷേമ പ്രവർത്തനം, റോഡ്, പാലം, വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പരിപാടി ഇതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ചാപ്പാട് കഴിച്ചവര് നല്ല ഭംഗിയായി നമുക്കിട്ട് വെച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ഒന്നാം തരം പെൻഷൻ മേടിച്ചു ഇഷ്ടം പോലെ തിന്നാണ്. എന്നിട്ട് നേരെ എതിർ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് ഇലക്ഷൻ സ്റ്റണ്ടായിട്ട് ആളുകൾ തോന്നി. അതിന്റെ പേര് ഇതുമാതിരി പറപ്പ് പൊളിയെന്ന് പറയും. ചാപ്പാട് കഴിച്ചാലേ നിങ്ങൾ എനിക്കൊരു ചായ മേടിച്ചു തന്നാൽ അതിന്റെ ഒരു മര്യാദ ഞാൻ. തോൽവിയേക്കാൾ വലിയ അപമാനമായി മാറുകയാണ് എം മണിയുടെ ഈ പരിഹാസവും പ്രതികരണവും. ജനങ്ങളെ അപമാനിക്കുകയാണ്, വോട്ടർമാരെ അപമാനിക്കുകയാണ് ഒരു MLA. വിനു, മണിയെ പറഞ്ഞ് വീട്ടിൽ വിടുകയാണ് ഇപ്പോൾ CPM ചെയ്യേണ്ടത്. കാരണം ഒരു ജനവിധിയുടെ മുന്നിൽ ഇത്രത്തോളം ജനങ്ങളെ അപമാനിക്കല്ല. നേരത്തെ നമ്മൾ ഇതിന്റെ വാർത്ത വന്നപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ചാപ്പാടടിച്ചു